ശത്രുക്കൾ ആരിലും മുന്നിൽ വന്നാൽ കാലോണ്ടിറുക്കി രക്ഷപ്പെടും. ഗുഡ് മോർണിംഗ് ജോമി. എഴുന്നേറ്റേ, ദേ നേരം വൈകിട്ടോ. സ്കൂളിൽ പോകണ്ടേ? 5 മിനിറ്റിനുള്ളിൽ അമ്മ ഭക്ഷണമെല്ലാം റെഡിയാക്കി വെക്കാം. അപ്പോഴേക്കും വേഗം കുളിച്ച് റെഡി ആവണേ. ഇനി ഞാൻ വിളിക്കാൻ വടിയമായിട്ടായിരിക്കും വരിക. എന്തു പറ്റി? എന്താ നിന്റെ മുഖത്ത് രാവിലെ തന്നെ ഒരു വാട്ടം? നിങ്ങളുടെ മകളുടെ കാര്യം തന്നെ. ഇത്രയും വളർന്നിട്ടും സമയത്തിന്റെ വില ഇപ്പോഴും മനസ്സിലായിട്ടില്ല അവൾക്ക്. നോക്കിക്കേ, ഇത്ര നേരമായിട്ടും അവൾ എഴുന്നേറ്റിട്ടില്ല. അവളുടെ മടി മാറ്റാൻ ഒരു വഴിയുണ്ട്. എന്നാണ് അവളുടെ സ്കൂൾ ട്രിപ്പ്? അത് നാളെയാണ്. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യണം. എന്ത് കാര്യം? നാളെ ഈ വീട്ടിലെ എല്ലാ ക്ലോക്കും 30 മിനിറ്റ് നേരത്തെ ആക്കി വെക്കുക. എന്നിട്ട് മനഃപൂർവ്വം സമയം വൈകിപ്പിച്ച പോലെ അഭിനയിക്കുക. ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. ശരി. അമ്മേ, നാളെ നേരത്തെ വിളിക്കണേ. സ്കൂളിൽ നിന്നും ട്രിപ്പ് പോകുന്ന ദിവസമാണ്. 7:30 ബസ് എടുക്കും. അതിനു മുന്നേ സ്കൂളിലെത്താൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, മോള് കിടന്നോ, അമ്മ വിളിക്കാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അമ്മേ. ജോമി മോളെ വേഗം എഴുന്നേൽക്ക്. അമ്മ ഉറങ്ങിപ്പോയടാ. 7:30 ആയി പോയി. ബസ് പോയോ ആവോ? എന്ത് പണിയാ അമ്മേ കാണിച്ചത്? ഞാൻ ഇന്നലെ കിടക്കുന്നതിന് മുമ്പേ പറഞ്ഞതല്ലേ എന്നെ നേരത്തെ വിളിക്കണമെന്ന്. വേഗം വാ, എന്നെ ഒന്ന് സ്കൂളിൽ ഡ്രോപ്പ് ചെയ്ത് തരുമോ? ഓക്കെ, വേഗം റെഡിയാവൂ. സോറി മോളെ, ഞാൻ കാരണം നിന്നെ കൂട്ടാതെ സ്കൂൾ ബസ് പോയെന്ന് തോന്നുന്നു. ഇതിനെല്ലാം കാരണം നമ്മൾ നേരത്തെ എത്താത്തതാണ്. ഞാനും ശ്രദ്ധിക്കണമായിരുന്നു. എനിക്ക് നേരത്തെ പോണമെന്ന് ഞാൻ ചിന്തിക്കേണ്ടിയിരുന്നു. ഒന്നും ഞാൻ ചെയ്തില്ല. കരയല്ല മോളെ. ഹായ്, അതാ എന്റെ സ്കൂൾ ബസ് വരുന്നു. ഹായ്. മമ്മി, ഞാനൊരു കാര്യം പഠിച്ചു. ഇനി എന്തും കൃത്യസമയത്തിന് ചെയ്യണം. സമയത്തിന്റെ വില ഞാൻ മനസ്സിലാക്കി. ഗുഡ് ഗേൾ. നമുക്ക് സമയത്തെ പെട്ടിയിലോ ബാങ്കിലോ പൂട്ടിവെക്കാൻ സാധിക്കില്ല. ചാക്കിലോ കടലാസിലോ പൊതിഞ്ഞു വെക്കാനും പറ്റില്ല. സമയം എല്ലാവർക്കും തുല്യ അളവിലാണുള്ളത്. ചിന്തിക്കുക, വരാനുള്ളതിനെ ഒന്നിച്ച് വാരി കൂട്ടിയെടുക്കാനാവില്ല. കിട്ടുന്നതിനെ ഉപയോഗിക്കാനും തിരസ്കരിക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. സമയം നമ്മെ നിർബന്ധിക്കുകയോ നിയന്ത്രിക്കുകയോ ചെയ്യുന്നില്ല. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കുകയില്ല.
സൂക്ഷിക്കുക. സോറി മമ്മി, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. പണ്ട് കൃഷ്ണപുരം ഗ്രാമത്തിൽ ഒരു വലിയ തർക്കം നടന്നു. ഇനി ഒരു തുള്ളി വെള്ളം ഈ കിണറ്റിൽ നിന്നും എടുത്താൽ എന്റെ ആനകളെ കൊണ്ട് നിന്റെ കൃഷിയിടമെല്ലാം ചവിട്ടി മെതിക്കും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ ഈ കിണർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളെ നിങ്ങളുടെ കയ്യിൽ നിന്നും വാങ്ങിയത്. അതിന് കാൽപ്പണം കുറയാതെ ഇനി വാങ്ങിച്ചിട്ടുമുണ്ടല്ലോ. സ്ഥലവും കിണറും നീ പണം കൊടുത്തു വാങ്ങി, അത് ശരിയാണ്. എന്നാൽ കിണറിനുള്ളിലെ വെള്ളം അത് എന്റേതാണ്. അത് ഞാൻ ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നുമില്ല. ഇതെന്ത് ന്യായം? കിണർ എന്ന് പറയുന്നത് അതിലെ വെള്ളവും കൂടി ചേർന്നതല്ലേ? എന്നാൽ എന്റെ കിണർ അങ്ങനെയല്ല. കിണർ വേറെ, അതിലെ വെള്ളം വേറെ. വെള്ളം വേണമെങ്കിൽ അതിന് ഇനിയും അധികം പണം തരണം. അതൊന്നും തരാൻ പറ്റില്ല. എന്നാൽ കിണറിലെ വെള്ളം എടുക്കാൻ ഞാൻ സമ്മതിക്കുകയുമില്ല. നിങ്ങൾ ഇങ്ങനെ വഴിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കല്ലേ. ആർക്കാ പരാതി എന്ന് വെച്ചാൽ കൊട്ടാരത്തിൽ പോയി പരാതി പറയൂ. എനിക്ക് പരാതിയുണ്ട്. എനിക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ എന്റെ കൃഷിയെല്ലാം നശിച്ചു പോകും. എന്നാൽ എനിക്കും പരാതിയുണ്ട്. എനിക്കും ചിലത് പറയാനുണ്ട്. അങ്ങനെ രണ്ടുപേരും കൊട്ടാരത്തിൽ പരാതി ബോധിപ്പിക്കാൻ പോയി. അങ്ങനെ രണ്ടുപേരും രാജാവിനെ കണ്ടു വണങ്ങി. പറയൂ, എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഞാനൊരു കർഷകനാണ്. കൃഷിയിടം നനയ്ക്കുന്നതിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി തൊട്ടടുത്ത സ്ഥലത്തിന്റെ ഉടമയായ ഇയാളിൽ നിന്നും കിണർ ഉൾപ്പെടുന്ന കുറച്ചു സ്ഥലം വാങ്ങിയിരുന്നു. അതൊരു നല്ല കാര്യമല്ലേ? അതിനുള്ള പണമൊക്കെ ഇയാൾ കൃത്യമായി തന്നില്ലടോ. ഊവ് പ്രഭു, അപ്പോൾ പിന്നെ എന്താണ് പ്രശ്നം? ഞാൻ വാങ്ങിയ സ്ഥലത്തിലെ ആ കിണറ്റിൽ നിന്നും അദ്ദേഹം എന്നെ വെള്ളമെടുക്കാൻ ഇപ്പോൾ അനുവദിക്കുന്നില്ല. ഇത് കേട്ടതും രാജാവ് ആശ്ചര്യപ്പെട്ടു. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം നിങ്ങളെ വെള്ളമെടുക്കാൻ അനുവദിക്കാത്തത്? അയാൾ പറയുന്നത് കിണറും സ്ഥലവും മാത്രമാണ് എനിക്ക് തന്നതെന്നാണ്. കിണറ്റിലുള്ള വെള്ളം ഇപ്പോഴും അദ്ദേഹത്തിനുള്ളതാണ് പോലും. അതുകൊണ്ട് തന്നെ ഞാൻ കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഇതൊരു വിചിത്രമായ വാദമാണല്ലോ. അതെന്താടാ? അങ്ങനെ കിണർ വാങ്ങിയാൽ അതിലെ വെള്ളം അവർക്ക് അവകാശപ്പെട്ടതല്ലേ? അതല്ലേ ന്യായം? ഞാൻ എന്റെ കിണറും സ്ഥലവും മാത്രമാണ് അയാൾക്ക് വിറ്റത്. അതിലെ വെള്ളം വിറ്റിട്ടില്ല പ്രഭു. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഇതിനൊരു തീരുമാനമാവണ്ടേ? അയാൾക്ക് കൃഷി ഇറക്കേണ്ടതല്ലേ? അതിന് ഒരുപാട് വെള്ളം ആവശ്യമുള്ളതല്ലേ? ആരെവിടെ? മന്ത്രിയോട് വരാൻ പറയൂ. അങ്ങ് എന്തിനാണ് വിളിപ്പിച്ചത്? മന്ത്രി, ഇവരുടെ വിചിത്രമായ പരാതി ഒന്ന് കേട്ടു നോക്കി തീർപ്പ് കൽപ്പിച്ചാലും. എന്താണ് പ്രശ്നം? പറയൂ, കേൾക്കട്ടെ. കർഷകൻ കാര്യങ്ങൾ മന്ത്രിയോടും ധരിപ്പിച്ചു. ഓഹോ, അപ്പോൾ അതാണ് കാര്യം. എനിക്ക് നിങ്ങളുടെ സ്ഥലവും കിണറും ഒന്ന് കാണണമല്ലോ. തീർച്ചയായും അന്ന് ഞങ്ങളുടെ കൂടെ വന്നാൽ സ്ഥലം കാണിച്ചു തരാം. അങ്ങനെ എല്ലാവരും മന്ത്രിയെ കൂട്ടി സ്ഥലം കാണാൻ പുറപ്പെട്ടു. അവർ പരാതിക്കാരുടെ സ്ഥലത്തെത്തി. നിങ്ങൾ എന്താണ് കർഷകനെ കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ അനുവദിക്കാത്തത്? ഞാൻ അദ്ദേഹത്തിന് കിണറും അത് ഉൾപ്പെടുന്ന സ്ഥലവും മാത്രമാണ് കൊടുത്തത്. അതിലെ വെള്ളം നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വെള്ളം എടുക്കാൻ അനുവദിക്കുകയുമില്ല. ധനികൻ കർഷകനെ കബളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയ മന്ത്രി ധനികന്റെ അതിബുദ്ധിക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാൻ തീരുമാനിച്ചു. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അദ്ദേഹത്തിന് കിണറും അതുൾപ്പെടുന്ന സ്ഥലവും മാത്രമാണ് നൽകിയത്. അതിലെ വെള്ളം നൽകിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ കിണറ്റിലെ വെള്ളം മുഴുവൻ നിങ്ങൾ വറ്റിക്കണം. അല്ലെങ്കിൽ ആ വെള്ളം കിണറ്റിൽ സൂക്ഷിക്കുന്നതിന്റെ വാടക കർഷകന് നൽകണം. അല്ലാത്ത പക്ഷം ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരും. മന്ത്രിയുടെ വാക്കുകൾ കേട്ട ധനികന് ഇനിയും കർഷകനെ കബളിപ്പിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായി. അയാൾ മന്ത്രിയോട് ക്ഷമ ചോദിക്കുകയും കർഷകനെ വെള്ളം എടുക്കാൻ അനുവദിക്കുകയും ചെയ്തു. ഓടല്ലേ, പതുക്കെ, വീഴും കുട്ടികളെ. ഹായ് മുത്തശ്ശി. മുത്തശ്ശി, ഇന്ന് സ്കൂളിൽ ഒരു സംഭവം ഉണ്ടായി. എന്ത് സംഭവം? ഇന്ന് പരീക്ഷയ്ക്ക് അടുത്തിരുന്ന കുട്ടിയുടെ പെണ്ണ് എഴുതുന്നുണ്ടായിരുന്നില്ല. ഞാൻ എന്റെ കയ്യിലുണ്ടായിരുന്ന 2 പെണ്ണിൽ ഒന്ന് അവക്ക് കൊടുത്തു.
മിടുക്കി, അങ്ങനെയാണ് നല്ല കുട്ടികൾ. എന്നിട്ട് അവൾ നല്ലപോലെ പരീക്ഷ എഴുതിയോ? ഓ, എന്നിട്ട് അവൾ പരീക്ഷ എഴുതി കഴിഞ്ഞ് താങ്ക്സും പറഞ്ഞിട്ടാ പോയത്. അങ്ങനെയാണ് നല്ല സുഹൃത്തുക്കൾ ചെയ്യേണ്ടത്. മുത്തശ്ശി ഒരു 4 സുഹൃത്തുക്കളുടെ കഥ പറഞ്ഞു തരാം. പണ്ടൊരു കാട്ടിൽ 4 കൂട്ടുകാരുണ്ടായിരുന്നു. ചുണ്ടലി, മുയൽ, ആമ, കാക്ക എന്നിവരായിരുന്നു ആ 4 കൂട്ടുകാർ. അവരെന്നും വൈകുന്നേരം കാട്ടിലെ ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒത്തുകൂടുമായിരുന്നു. പരസ്പരം വിശേഷങ്ങൾ പങ്കുവച്ചും തമാശകൾ പറഞ്ഞും അവർ സമയം ചെലവഴിച്ചു. ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും അവർ കൂട്ടുകാർ എന്നും ഒരുമിച്ച് കൂടുമായിരുന്നു. വളരെ സ്നേഹത്തോടെ കളിച്ചും തമാശ പറഞ്ഞും ആ കാട്ടിൽ അവർ ഒരുമിച്ച് കഴിഞ്ഞു. എന്നത്തെയും പോലെ അന്നും അവർ മരത്തിന്റെ ചുവട്ടിൽ ഒരുമിച്ച് കൂടി. അല്ല, നമുക്കെന്നും ഈ മരച്ചോട്ടിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയാൽ മതിയോ? ഒരു ട്രിപ്പൊക്കെ പോകണ്ടേ? ശരിയാണ്, ഞാനും അത് പറയുകയായിരുന്നു. കുറെ ആയില്ലേ നമ്മളൊരു ട്രിപ്പ് അടിച്ചിട്ട്. എന്നാൽ വൈകിക്കണ്ട, നമുക്ക് നാളെ തന്നെ പോകാം. നമ്മൾ ഒരുമിച്ച് നടക്കാവൂ. എന്ത് വന്നാലും കട്ടിക്ക് കൂടെ നിൽക്കണം. പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്. എവിടെയൊക്കെയാണ് അപകടം പതിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. കാക്കേട്ടൻ പേടിക്കണ്ട, നമുക്ക് പൊളിക്കാം. അങ്ങനെ നമ്മൾ കാട്ടുമ്പോൾ പോയി നാളെ ട്രിപ്പിന് പോവുകയാണ്. യേ യേ. അങ്ങനെ എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടി. പക്ഷേ അല്ല, നമ്മുടെ മുയൽക്കുട്ടൻ എവിടെ പോയി? എല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ? സാധാരണ അവനാണ് നമ്മളെക്കാൾ മുന്നേ ഇവിടെ എത്താറ്. നമുക്ക് കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്തു നിന്ന് നോക്കാം. അവ കാണാതായ മുയലിനെ നോക്കി അവിടെ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തു. കുറേ കഴിഞ്ഞിട്ടും മുയൽ വന്നില്ല. ഫ്രണ്ടിന് എന്തെങ്കിലും പറ്റിയോ എന്ന് എല്ലാവർക്കും സംശയം തോന്നി. നമ്മുടെ മുയൽക്കുട്ടൻ എന്തോ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ തന്നെ നിൽക്ക്, വേറെ എങ്ങോട്ടും പോവരുത്. ഞാനൊന്ന് നോക്കിയിട്ട് വരാം. അതും പറഞ്ഞ് കാക്ക പറന്നുപോയി. കാക്ക മുയലിനെ നോക്കി കാട് മുഴുവൻ പറന്നു നടന്നു. അപ്പോഴാണ് കുറ്റിക്കാട്ടിൽ വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങിയ മുയൽ കാക്കയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് മുയലിനെ കണ്ട കാക്ക ചോദിച്ചു, നീ എങ്ങനെ ഈ വലയിൽ പെട്ടു? നമ്മൾ ഒരുമിച്ച് നടക്കണമെന്ന് പറഞ്ഞതല്ലേ? അത് പിന്നെ കാക്കേട്ടാ, ഞാൻ കാഴ്ചകൾ കണ്ട് അറിയാതെ ഇങ്ങനെ നടന്നു. ഇവിടെ കെണിയുള്ളത് കണ്ടില്ല ചേട്ടാ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്ക് കാക്കേട്ടാ. ആ വേട്ടക്കാരൻ ഇപ്പോൾ വരും. എങ്ങനെയെങ്കിലും ഈ വല പൊട്ടിക്കാൻ പറ്റുമോ എന്ന് വേഗം നോക്ക്. എടാ, നിനക്കറിയില്ലേ, എന്നെ കൊണ്ട് പറ്റില്ലടാ. പേടിക്കണ്ട, എന്നെ വിശ്വസിക്ക്. ഞാൻ പോയി ബാക്കിയുള്ളവരെയും കൂട്ടി വരാം. പേടിക്കണ്ട, ധൈര്യമായിരിക്കെ. ഇതും പറഞ്ഞ് കാക്ക തന്റെ ഫ്രണ്ട്സിനെ വിളിക്കാൻ പോയി. കാക്കേട്ടാ, കാക്കേട്ടാ. നടന്ന കാര്യങ്ങളെല്ലാം കാക്ക ഫ്രണ്ട്സിനോട് പറഞ്ഞു. ഇത് കേട്ട് ചുണ്ടലി പറഞ്ഞു, എന്നാൽ എത്രയും വേഗം മുയൽക്കൂട്ടൻ കുടുങ്ങിക്കിടക്കുന്ന സ്ഥലത്തെത്തണം. എവിടെയാണത്? ഞാൻ വേഗം പോയി ആ വല കടിച്ചു മുറിച്ച് മുയൽക്കുട്ടനെ ഞാൻ വലയിൽ നിന്ന് രക്ഷിക്കാം. അത് നീ പറയുന്ന പോലെ അത്ര എളുപ്പമല്ല. കുറച്ചു ദൂരെയാണ് ആ സ്ഥലം. നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും അവന്റെ കഥ കഴിയും. അതിന് നമ്മൾ സുഹൃത്തുക്കൾ ജീവനോടെയുള്ളപ്പോൾ സമ്മതിക്കില്ല. എന്ത് വില കൊടുത്തും മാൻകുട്ടന്റെ ജീവൻ നമ്മൾ രക്ഷിക്കും. സംസാരിക്കാൻ സമയമില്ല. ചുണ്ടലി എന്റെ പുറത്ത് കയറൂ. അത് നല്ല ഐഡിയ ആണ്. എന്നെ നിങ്ങൾ നോക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും അവിടെ എത്താം. നിങ്ങൾ വേഗം ചെല്ല്. കാക്ക പെട്ടെന്ന് തന്നെ ചുണ്ടലിയെയും കൂട്ടി മുയലിന്റെ അടുത്തേക്ക് പോയി. തന്നെ രക്ഷിക്കാൻ വന്ന ഫ്രണ്ട്സിനെ കണ്ട മുയൽ ഹാപ്പിയായി. മറ്റൊന്നും ആലോചിക്കാതെ ചുണ്ടലി തന്റെ പണി തുടങ്ങി. വലകൾ ഓരോന്നായി മുറിച്ചു.
വേട്ടക്കാരൻ വരുന്നുണ്ടോ എന്ന് നോക്കാൻ കാക്ക ഒരു മരത്തിന് മുകളിൽ ഇരുന്നു. ആമയും അപ്പോഴേക്ക് അവിടെ എത്തി. എലി പെട്ടെന്ന് തന്നെ അവന്റെ ജോലി തീർത്തു. എന്നിട്ട് മുയലിനെ വലയിൽ നിന്നും രക്ഷിച്ചു. പെട്ടെന്നായിരുന്നു വേട്ടക്കാരൻ അങ്ങോട്ട് വരുന്നത് കാക്ക കണ്ടത്. ഫ്രണ്ട്സിനെ കാര്യം അറിയിച്ച് അവൻ മരക്കൊമ്പിൽ ഒളിച്ചു. മുയൽ കുറ്റിക്കാട്ടിലും എലി ഒരു മാളത്തിലും. പക്ഷെ ആമയ്ക്ക് മാത്രം പെട്ടെന്ന് ഒളിക്കാൻ പറ്റിയില്ല. തിരിച്ചെത്തിയ വേട്ടക്കാരൻ പൊട്ടിക്കിടക്കുന്ന വല കണ്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഇതെങ്ങനെ സംഭവിച്ചു? ആരാണ് ഈ വല പൊട്ടിച്ചത്? നമ്മുടെ ആമ മെല്ലെ ഒളിക്കാൻ പോകുന്നത് അപ്പോഴാണ് വേട്ടക്കാരൻ കാണുന്നത്. ഇത് കണ്ട വേട്ടക്കാരൻ വിചാരിച്ചു, ആരാണി പോകുന്നത്? മുയൽ പോയെങ്കിൽ എന്താ, നല്ല മുട്ടൻ ആമയല്ലേ കിട്ടിയത്. നമ്മുടെ ആമയെ വേട്ടക്കാരൻ കൊണ്ടുപോയി. ഇത് സങ്കടത്തോടെ നോക്കി നിൽക്കാനേ കൂട്ടുകാർക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ കാക്ക വിട്ടില്ല. അവൻ വേട്ടക്കാരന്റെ പിറകെ വെച്ച് പിടിച്ചു. ആമയെയും കൊണ്ട് കുറേ ദൂരം നടന്നപ്പോൾ ക്ഷീണിച്ച വേട്ടക്കാരൻ ഒരു കുളത്തിനരികിൽ റെസ്റ്റ് എടുത്തു. അവരുടെ പ്ലാൻ അനുസരിച്ച് മുയൽ ആദ്യം കുളത്തിന് കുറച്ചപ്പുറത്തായി ചത്തതുപോലെ കിടന്നു. ഈ സമയത്ത് ചുണ്ടലി ഒരു മരപ്പൊത്തിൽ പോയി ഒളിച്ചു. നമ്മുടെ കാക്കയാകട്ടെ മുയൽ കിടക്കുന്നതിനടുത്തുള്ള മരത്തിൽ പോയിരുന്നു. ഉറങ്ങി എഴുന്നേറ്റ വേട്ടക്കാരൻ പെട്ടെന്ന് അകലെയായി ചത്തതുപോലെ കിടന്ന മുയലിനെ കണ്ടു. വേട്ടക്കാരന് അത് കണ്ട് സന്തോഷമായി. ഒച്ചയുണ്ടാക്കാതെ പോയി. അതേ സമയത്ത് നമ്മുടെ ചുണ്ടലി വേഗം പോയി ആമയെ രക്ഷിച്ചു. വേട്ടക്കാരനെ കണ്ടതും കാക്ക മുയലിന് സിഗ്നൽ കൊടുത്തു. സിഗ്നൽ കിട്ടിയതും മുയൽ ഓടാൻ തുടങ്ങി. ആമ കുറ്റിക്കാട്ടിൽ ഒളിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മുയൽ കുറ്റിക്കാട്ടിൽ ഒളിച്ചു. തൻ്റെ മുന്നിലോടിയ മാനിനെ കാണാതായപ്പോൾ വേട്ടക്കാരൻ തൻ്റെ ഓട്ടം അവസാനിപ്പിച്ച് ആമയുടെ അടുത്തേക്ക് പോയി. കീറിപ്പറഞ്ഞ ഒരു സഞ്ചി മാത്രമാണ് വേട്ടക്കാരൻ അവിടെ കാണാൻ കഴിഞ്ഞത്. അയാൾ ആമയെ അവിടെയെല്ലാം തിരഞ്ഞു. പക്ഷെ ആമയെ പോയിട്ട് ആമയുടെ പൊടി പോലും കണ്ടില്ല. ഓടിത്തളർന്ന വേട്ടക്കാരൻ നിരാശനായി വീട്ടിലേക്ക് നടന്നു. അങ്ങനെ ആ കൂട്ടുകാർ വേട്ടക്കാരന്റെ കയ്യിൽ നിന്നും ബുദ്ധിപൂർവം രക്ഷപ്പെട്ടു. അങ്ങനെ വീണ്ടും പഴയ കളികളും തമാശയുമായി അവർ കാട്ടിൽ സുഖമായി ജീവിച്ചു. നമുക്കൊരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നല്ല കൂട്ടുകാർ. എന്താ, എന്തു പറ്റി? എനിക്ക് പൊക്കോൺ തിന്നാൻ പറ്റുന്നില്ല, വേദന എടുക്കുന്നു. സാരമില്ല, അത് പല്ലുവേദനയായിരിക്കും. നമുക്ക് ദന്ത ഡോക്ടറെ കാണിക്കാം. ദന്ത ഡോക്ടറോ? അതെന്ത് ഡോക്ടറാണ്? പല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമ്മൾ ദന്ത ഡോക്ടറെയാണ് കാണേണ്ടത്. അതുപോലെ എല്ലാ അസുഖങ്ങൾക്കും ഓരോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് ഉണ്ട്. പണ്ട് നീ കുഞ്ഞായിരുന്നപ്പോൾ നിന്നെ ആ ഡോക്ടറെ കാണിച്ചിട്ടുണ്ട്. അന്ന് കാണിച്ച ഡോക്ടറാണോ? എന്നാൽ ഞാനില്ല. ആ ഡോക്ടർ അന്ന് എന്റെ 2 പല്ലാണ് എടുത്തുകൊണ്ട് പോയത്. അന്ന് നിന്റെ മുന്നിലുള്ള 2 പല്ലുകൾ ഇളകിയിരിക്കുകയായിരുന്നു. ആരെയും തൊടാൻ പോലും അനുവദിച്ചിരുന്നില്ല. നല്ല കരച്ചിലും. അതുകൊണ്ടാണ് അന്ന് ആ ഡോക്ടറെ പോയി കണ്ടത്. ഡോക്ടർ അന്ന് പല്ല് പറിച്ചു തന്നപ്പോൾ പിന്നീട് വേദനിച്ചിരുന്നോ? ഇല്ല. അതാ അമ്മ പറഞ്ഞത്, നമ്മുടെ ഡോക്ടറെ പോയി കാണിക്കാമെന്ന്. ഇല്ലെങ്കിൽ ടോമിക്ക് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റാതെയാവും. സ്കൂളിലും പോകാൻ പറ്റില്ല. സ്കൂളിൽ പോയില്ലെങ്കിലും കുഴപ്പമില്ല, കഴിക്കാതെ ഇരിക്കാൻ പറ്റില്ല. വാ, നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാം. എന്തു പറ്റി? വീണ്ടും പല്ലുവേദന വന്നോ? അതെ ഡോക്ടർ, ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല. ഈ പല്ലുവേദന വരാതിരിക്കാൻ എന്താ ചെയ്യുക?
പല്ലുവേദന വരാതിരിക്കാൻ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ടോമി. ദിവസത്തിൽ നമ്മൾ 2 തവണ പല്ല് തേക്കണം. 2 തവണയോ? അമ്മയും പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാ ഡോക്ടർ 2 തവണയൊക്കെ പല്ല് തേക്കുന്നത്? ടോമി ഒരു ദിവസം എത്ര നേരം ഫുഡ് കഴിക്കും? അത് പിന്നെ വിശന്നാൽ നമ്മളല്ലാതെ ആവില്ലേ ഡോക്ടർ? അതുകൊണ്ട് വിശക്കുമ്പോഴൊക്കെ കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ പല്ലുകൾക്കിടയിൽ കുടുങ്ങിക്കിടക്കില്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ദിവസത്തിൽ 2 തവണ പല്ല് തേക്കണമെന്ന്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. കൈകൾ കഴുകിയില്ലെങ്കിൽ അണുക്കൾ വയറിലെത്തി വയറുവേദന വരുമെന്ന് പഠിച്ചിട്ടില്ലേ? അതുപോലെ തന്നെയാണ് പല്ലു തേച്ചില്ലെങ്കിൽ പല്ലുകൾക്കുള്ളിൽ അണുക്കൾ വന്ന് പല്ലുവേദന വരുന്നതും. ആ അണുക്കളെ നമുക്ക് എന്തുകൊണ്ടാണ് കാണാൻ കഴിയാത്തത് ഡോക്ടർ? അണുക്കൾ വളരെ ചെറുതാണ്, നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ കഴിയില്ല. ഫുഡിന്റെ അവശിഷ്ടങ്ങൾ പല്ലുകൾക്കിടയിൽ കുറെ കാലം കിടന്നാൽ ആ അണുക്കൾ വന്ന് ആ ഫുഡ് വേസ്റ്റ് കഴിക്കും. അയ്യോ, അപ്പോ ആ അണുക്കൾ അവിടെ കിടന്ന് തടിച്ചു കൊഴുക്കില്ലേ? ടോമി പേടിക്കണ്ട. ഇതുകൊണ്ടാണ് ദിവസവും 2 നേരം പല്ല് തേക്കണമെന്ന് പറഞ്ഞത്. മനസ്സിലായോ? മനസ്സിലായി ഡോക്ടർ. എന്നാൽ വാ, ഞാനൊന്ന് നോക്കട്ടെ എന്താണ് നിന്റെ പല്ലിന് പറ്റിയതെന്ന്. ഏത് ഭാഗത്താണ് വേദന? ദാ ഇവിടെ താഴെ ഇടതുഭാഗത്ത്. ഒരു പല്ല് കേടാണല്ലോ, കറുത്ത പാട് വന്നിട്ടുണ്ട്. കറുത്ത പാടോ? അതെങ്ങനെ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പല്ലിലെ ഫുഡിന്റെ അവശിഷ്ടങ്ങൾ തിന്നുന്ന അണുക്കളെ പറ്റി. അവർക്ക് കൂടുതൽ ഇഷ്ടം മധുരമുള്ള ഭക്ഷണങ്ങളാണ്. അതായത് ഈ ബിസ്ക്കറ്റ്, ചിപ്സ്, മിഠായി പോലുള്ളവ. ടോമി ഇവ കൂടുതലായി കഴിക്കാറുണ്ടോ? അത് പിന്നെ കഴിച്ചാൽ ഇനിയും ഇതുപോലെ എന്റെ അടുത്തേക്ക് വരേണ്ടി വരും. അപ്പോൾ എനിക്ക് പല്ല് പറിക്കേണ്ടി വരും. ഇല്ല ഡോക്ടർ, ഞാൻ ഇനി മുതൽ മധുരമുള്ള ഭക്ഷണം അധികം കഴിക്കില്ല. ദിവസവും 2 തവണ പല്ലും തേക്കും. ഗുഡ് ബോയ്. ഇപ്പോൾ ഞാൻ വേദനയ്ക്കുള്ള മരുന്ന് തരാം. ഇനി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. താങ്ക് യു ഡോക്ടർ. ഒരു ദിവസം നമ്മുടെ രാജാവും മന്ത്രിയും കൂടി കൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലൂടെ നടക്കുകയായിരുന്നു. മന്ത്രി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചാലും പ്രഭു. ജീവിതത്തിൽ താങ്കൾക്ക് എപ്പോഴെങ്കിലും സ്വർണ്ണ നാണയമോ നിധിയോ ഇതിലേതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ നിങ്ങൾ ഇതിൽ ഏത് തിരഞ്ഞെടുക്കും? രാജാവിന്റെ ചോദ്യം കേട്ടതും മന്ത്രി നടത്തം നിർത്തി. എന്നിട്ട് പറഞ്ഞു, അങ്ങനെ ഒരു അവസരം വന്നാൽ ഞാൻ തീർച്ചയായും സ്വർണ്ണ നാണയം തന്നെ തിരഞ്ഞെടുക്കും പ്രഭു. മന്ത്രിയുടെ മറുപടി കേട്ട രാജാവ് ഒന്ന് ഞെട്ടി. അദ്ദേഹം മന്ത്രിയോട് പറഞ്ഞു, മന്ത്രി, അങ്ങന്റെ ചോദ്യത്തിന് ആലോചിക്കാതെയാണ് മറുപടി പറഞ്ഞതെന്ന് തോന്നുന്നു. നിങ്ങൾ നന്നായി ആലോചിച്ചതിന് ശേഷം മാത്രം മറുപടി പറഞ്ഞാൽ മതി. ഇതിൽ ആലോചിക്കേണ്ടതായി ഒന്നും തന്നെ ഇല്ല പ്രഭു. ഞാൻ തീർച്ചയായും സ്വർണ്ണ നാണയം തന്നെ തിരഞ്ഞെടുക്കും. മന്ത്രിയുടെ വാക്കുകൾ കേട്ട രാജാവ് തീർത്തും നിരാശനായി. അദ്ദേഹം പറഞ്ഞു, ഞാൻ കരുതിയിരുന്നത് കൊട്ടാരത്തിലെ മറ്റു അംഗങ്ങളെ പോലെ അങ്ങ് അത്യാഗ്രഹിയല്ല എന്നാണ്. പക്ഷേ നിങ്ങൾ എന്റെ ധാരണ തെറ്റിച്ചു. എന്നാലും ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വർണ്ണ നാണയം തന്നെ തിരഞ്ഞെടുത്തതെന്ന് പറയാമോ? രാജാവിന്റെ വാക്കുകൾ കേട്ട മന്ത്രി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മഹാനായ അങ്ങയുടെ രാജ്യത്തിൽ നീതിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല പ്രഭു. അതുകൊണ്ട് തന്നെ എനിക്ക് നീതി പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കേണ്ട ആവശ്യവുമില്ല. എന്നാൽ അങ്ങയുടെ കയ്യിൽ നിന്നും സ്വർണ്ണ നാണയം ലഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ സ്വർണ്ണ നാണയം തിരഞ്ഞെടുത്തത്. നീതിമാനായ രാജാവിന് മന്ത്രിയുടെ വാക്കുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. മന്ത്രിയുടെ ബുദ്ധിവൈഭവത്തിൽ സന്തുഷ്ടനായ രാജാവ് അദ്ദേഹത്തിന് ധാരാളം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്തു. മന്ത്രി, നാമിന് നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ക്ഷേമം നേരിട്ടറിയാൻ വേണ്ടി ഒന്ന് വേഷം മാറി രാജ്യത്തിലുടനീളം സഞ്ചരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്ത് പറയുന്നു? തീർച്ചയായും പ്രഭു, അത് വളരെ നല്ലൊരു കാര്യമാണ്. രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങൾ സത്യസന്ധമായി അറിയുന്നതിന് അത് വളരെയധികം സഹായിക്കും. ഞാൻ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യാം. അങ്ങനെ രാജാവ് തന്റെ വേഷം മാറി ഒരു കുതിരപ്പുറത്തു കയറി യാത്രയായി.
വേഷം മാറിയെത്തിയ രാജാവ് ഒരു ഗ്രാമത്തിലെത്തി. അവിടെ ഒരു വീടിനു മുൻപിലെത്തിയ രാജാവ് ഒരു കാഴ്ച കണ്ടു നിന്നു. ആ വൃദ്ധനോട് തന്നെ ആദ്യം സംസാരിച്ചു നോക്കാം. രാജാവ് വൃദ്ധന്റെ അടുത്തേക്ക് പോയി. അദ്ദേഹത്തിന്റെ പ്രവൃത്തിയുടെ സത്യസന്ധതയും ആത്മാർത്ഥതയും പരീക്ഷിക്കാൻ തന്നെ തീരുമാനിച്ചു. അതിനായി രാജാവ് വൃദ്ധനോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ഈ പ്രായത്തിലും മരത്തൈകൾ നടുന്നത്? എന്തായാലും ഈ തൈകൾ മരമായി കായ്ഫലം നൽകാറാവുമ്പോൾ ഒരുപാടാകും. ചിലപ്പോൾ അത് നിങ്ങൾക്ക് കഴിക്കാൻ കഴിഞ്ഞില്ലെന്നും വരാം. നമുക്കിന്ന് ഫലങ്ങൾ തരുന്ന മരങ്ങളൊന്നും ഞാനോ നിങ്ങളോ നട്ടതല്ല, നമ്മുടെ പൂർവികർ നട്ടതാണ്. അവർ ഇതുപോലെ കരുതിയില്ലെങ്കിൽ നമുക്കിന്ന് കഴിക്കാൻ ഒന്നും ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ നിങ്ങൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണോ ഈ തൈകൾ നടുന്നത്? തീർച്ചയായും നമ്മൾ വിതയ്ക്കുന്നതിന്റെ ഫലം നമുക്ക് കിട്ടിയില്ലെങ്കിലും മറ്റാർക്കെങ്കിലും അത് ഉപകരിക്കും. ഇതു കേട്ട രാജാവിന് വൃദ്ധന്റെ സഹജീവികൾക്കും നന്മ ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയുള്ള പ്രവൃത്തിയിൽ അഭിമാനം തോന്നി. വരൂ, നമുക്ക് കൊട്ടാരം വരെ ഒന്ന് പോകാം. കൊട്ടാരത്തിലേക്കോ? എന്തിനെ? നിങ്ങളെ പോലുള്ളവരാണ് ഈ രാജ്യത്തിന് ആവശ്യം. ഞാൻ രാജാവിനോട് പറഞ്ഞ് നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം വാങ്ങിത്തരാം. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് പ്രതിഫലം കൊടുക്കുന്ന ഒരാളല്ല ഞങ്ങളുടെ രാജാവ്. നിങ്ങളിപ്പോൾ എന്നെ വിശ്വസിക്കൂ, എന്റെ കൂടെ വരൂ. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ വൃദ്ധൻ വേഷം മാറിയ രാജാവിന്റെ കൂടെ കൊട്ടാരത്തിലേക്ക് പുറപ്പെട്ടു. ഇവിടെ രാജാവ്? ഇതുവരെ കണ്ടില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ, രാജാവിന് ഇതൊന്നും അറിയാനോ കേൾക്കാനോ നേരമുണ്ടാവില്ല. വേഷം മാറിയ രാജാവ് താനാരാണെന്ന രഹസ്യം വെളിപ്പെടും. വേഷവിധാനങ്ങൾ ഓരോന്നായി അഴിച്ച് രാജാവായി മാറി. തന്റെ മുന്നിൽ നിൽക്കുന്നത് രാജാവാണെന്ന് അറിഞ്ഞ വൃദ്ധൻ വളരെയധികം സന്തോഷിച്ചു. തുടർന്ന് രാജാവ് പറഞ്ഞു, നിങ്ങൾ രാജ്യത്തിലുള്ളവർക്കെല്ലാം ഒരു മാതൃകയാണ്. രാജാവ് വൃദ്ധന് തന്റെ പ്രവൃത്തിക്കുള്ള സമ്മാനമായി ധാരാളം സ്വർണ്ണ നാണയങ്ങൾ നൽകി. ഇത് മറ്റു കുട്ടികൾക്കും പറഞ്ഞുകൊടുത്ത് ഭാവി തലമുറകളെ വളർത്തിയെടുക്കാനും ഉപദേശിച്ചു. പ്രതിഫലം ആഗ്രഹിക്കാതെ നല്ല പ്രവർത്തികൾ ചെയ്യുക.